ചേട്ടാ ഒരു മിനിറ്റ് തന്നെ. ഹാപ്പി ബർത്ത്ഡേ എങ്ങോട്ട് പോകണം? റൈറ്റ് സൈഡിൽ പഠിച്ചിട്ട് പല പല ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ട് പരീക്ഷിക്കുകയാണ്. ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. കുറെ റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബർത്ത്ഡേയുടെ ദിവസം നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പൊ ഇന്ന് സിജാന്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് പരീക്ഷിക്കാം. ഫുഡ് കഴിക്കാണ്ടിരുന്ന വയറ് കാലേക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടും. രേവ പിന്നാലെ വരുന്നുണ്ട്. ഓഹോ, കാണാം കാണാം. അങ്ങനെ ഞങ്ങൾ ഇതാ കോഴിക്കോട് സ്റ്റാലിലേക്ക് വന്നിട്ടാ. എന്തിനാ? ഫ്രീ ഫുഡ് കഴിക്കാൻ, ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാൻ. എന്താ കിട്ടും നോക്കാൻ പോയിട്ട്. കിട്ടുമോ നോക്കാം. ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പോയി. വന്ന റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണ്. ബർത്ത്ഡേക്ക് ഇങ്ങനെ പണി വരുന്നു വിചാരിച്ചില്ല. ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ ഒരു പണി. അതെ, നമ്മുടെ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഇന്ന് ക്ലോസ് ആണ് കേട്ടാ. അത് സിജാന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണോന്ന് അറിയില്ല. ചേട്ടാ നീ എന്ത് ചെയ്യും? നെക്സ്റ്റ് എന്താ പരിപാടി? ഓയ്യോ, വേറെ വല്ല റെസ്റ്റോറൻറ്റ്? എല്ലാരും വന്ന് തിരിച്ചു പോവാണ്. ചേട്ടാ ഫ്രീ ബിരിയാണി വാങ്ങിക്കാൻ ലാസ്റ്റ് തറവാട്ടിലെത്തി. ചേട്ടാ ഫ്രീ ആയിട്ട് കഴിക്കുന്നേക്കുള്ള സ്വാദ് തന്നെ ഉണ്ടാവും ഇല്ലേ? കഴിച്ചോട്ടെ. അതേ പപ്പടണ്ടേ, കഴിച്ചോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഉണ്ട്. ഉച്ചക്കലത്തിൽ പാളിയിട്ടുള്ളൂ. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അതിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ സിജേട്ടാ, ബിരിയാണി എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് പാളി. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഇപ്പൊ തന്നെ ഇല്ല കേട്ടോ. അതെ, അത് അവിടെ ചെന്നിട്ട് എന്താണെന്ന് അതെ, നമ്മള് ഫ്രീ കിട്ടുന്ന സ്ഥലത്ത് തന്നെ പോയത്. പക്ഷെ അന്ന് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അത് സിജാന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ക്ലോസ് ചെയ്തു. അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് മൗസിയില് ഇതേപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കപ്പൊ ഇന്ന് പോയി നോക്കണം. ഇപ്പോഴല്ല, ഈവനിങ്. അപ്പോഴും നമ്മുടെ സെറ്റ് ആവുള്ളൂ അല്ലേ ചേട്ടാ? വിഷമിക്കണ്ട, നമുക്ക് സെറ്റ് ആക്കാന്നേ. നമ്മുടെ മൗസിയിലെത്തി. ഇതെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എന്താ ചോദിച്ചാ? സക്സസ്. എന്താ പറയാ, ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന് ഒരു അവിൽ മിൽക്ക് ഫ്രീ ആണ്. ഏത് ഏറ്റവും വില കൂടി നോക്കുക. ഞാൻ ചോദിച്ചു ഏതിനാണ്. അപ്പൊ എല്ലാത്തിനും അതെ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇത്തിരി വലുതന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇത് ഞാൻ കുടിക്കും. ബർത്ത്ഡേ ചേട്ടൻ്റെ ആണെങ്കിലും അത് നമുക്ക് വിഷയമല്ല. വിളിച്ചാലോ നമുക്ക് ചേട്ടനെ? മൗസിൽ പറഞ്ഞത് സത്യാണ് കേട്ടോ. സമയം നല്ലതായതുകൊണ്ട് അടച്ചിട്ടതാണ്. അങ്ങനെ രേവയ്ക്ക് അവിൽ മിൽക്ക് കിട്ടിയിട്ടാ. ടെൻഡർ കോക്കനട്ട് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഏത് അവിൽ മിൽക്ക് വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. പിന്നെ രണ്ടാമത്തെ അവിൽ മിൽക്കിന് നമുക്ക് എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ ബർത്ത്ഡേ ആ ബർത്ത്ഡേയുടെ ഡിസ്കൗണ്ട് കിട്ടും. ഇത് നമുക്ക് ഫ്രീ കിട്ടിയ അവിൽ മിൽക്കും ടെൻഡർ കോക്കനട്ട്. ഇത് നമുക്ക് ഒരു ബൂസ്റ്റ് സ്പെഷ്യൽ അവിൽ മിൽക്ക്. നമുക്ക് ഇത്ര പൈസ പറയണ്ട. 50 വയസ്സാണെങ്കിൽ 50% ഡിസ്കൗണ്ട് കിട്ടും. നെക്സ്റ്റ് അടുത്തിന് നല്ല പരിപാടി, നല്ല ഇതാട്ടാ, നല്ല ഓഫർ. ഒരു ഇതൊന്നുമില്ല. മൗസി അപ്പൊ സക്സസ്. ഇനി നമുക്ക് ഒരു പരിപാടി കൂടി കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ മൗസിയിലെ അവിൽ മിൽക്കും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോ രേവയ്ക്ക് കേക്ക് മുറിക്കും. ഞാൻ കാര്യം ബർത്ത്ഡേ കേക്ക് പിടിച്ചത് ഞാന്. എന്താ കാര്യം വെച്ചാല് എന്റെ മൊബൈലിൽ തന്നിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞ പിന്നെ ആരുടെ ബർത്ത്ഡേ വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് കേക്ക് കൊണ്ടുവന്ന ആരാണ്? നമുക്ക് കേക്ക് കൊണ്ടുവന്നത് സ്ഥിരം നമ്മുടെ മീനൂസ് ക്രീമി ക്രിയേഷൻസ്. കാരണം ബെസ്റ്റ് ക്വാളിറ്റി കേക്കാണ്, ഹോം മെയ്ഡ് കേക്കാണ്. എവരി ടൈം നമ്മുടെ സിജാന്റെ ബർത്ത്ഡേ ഒക്കെ ഓർമ്മിച്ച് നമുക്ക് സ്വന്തമായി ഡിസൈൻ കണ്ടെത്തി കൊണ്ടുവന്നതാണ്. ഡേറ്റ് ഇപ്പൊ ആൾക്കാർ ഇപ്പൊ വയസ്സ് അറിയോ? ഡേറ്റ് ഒന്നുമില്ല, വയസ്സൊന്നുമില്ല. ആ പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോ ക്രൗൺ ആണോ? ആ മീര തല വയ്ക്കാൻ പറ്റിയ ക്രൗൺ ആണോ? ഫോട്ടോ ഉണ്ടായില്ലേ? അപ്പൊ ഇനി ഞാൻ പിടിക്കാം. ചേട്ടൻ കട്ട്. അയ്യോ, ഇത് HBD ഹാപ്പി ബർത്ത്ഡേ സിജു. ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ. ഭംഗിയുണ്ട്, നല്ല ലുക്ക് ഉണ്ട്, പക്ഷെ ഇവനൊരു ഭീകരനാണോ? അത് അവരുടെ കുറ്റല്ല, എന്റെ മാത്രം കുറ്റാണ്. അപ്പൊ നമ്മുടെ മീനൂസ് ക്രീമി ക്രിയേഷൻസിന്റെ കേക്ക് നമുക്ക് കട്ട് ചെയ്താലോ? ഏതാ ഫ്ലേവർ ചെക്ക് ചെയ്യണ്ടേ? ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ ക്യാമറ പിടിക്കാം. കട്ട് ചെയ്യൂ.
ആമിക്കുട്ടി ഈ കേക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്കണം അപ്പഴ ക്യാമറയില് ഭംഗി ഉണ്ടാവുള്ളൂ അത് പറഞ്ഞു ആമിക്കുട്ടി കട്ട് ചെയ്യാ പഠിക്കാം ഈ കൈ എന്തിനാ കൂടെ കുത്തിച്ചിരിക്കണേ ശരിക്കും അവിടെ നിന്ന് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ആ അച്ഛനോട് ക്രീം മാത്രമുള്ള കുഴപ്പമില്ല അച്ഛനോട് കട്ട് ചെയ്യുമ്പോൾ സമയം എടുക്കുന്നുണ്ട് കേട്ടാ മാംഗോ പീസുകൾ കണ്ടിട്ടില്ല ഇത് മാംഗോ ഫ്ലേവറാ ഞാൻ ചേട്ടൻ കഴിച്ചിട്ട് പറയട്ടെ വെച്ചിട്ട് മണ്ണടിക്കായിരുന്നു കൊടുക്ക ഹാപ്പി ബർത്ത്ഡേ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ നോട്ടെ മാംഗോ ഫ്ലേവർ നോട്ടെ നല്ല പഴുത്ത വാങ്ങിയുന്നുണ്ട് കണ്ട മാംഗോന്റെ കഷ്ണങ്ങൾ വരെ കടിക്കാണ്ട് കേട്ടാ അത് ഞാൻ കഴിച്ചോളാം നല്ല രസമുള്ള മാംഗോ. അപ്പൊ താങ്ക് യു മീനൂസ് ക്രീമി ക്രിയേഷൻസ്. യെസ് നല്ല യമ്മി കേക്കാണ്. അപ്പൊ സത്യത്തില് ഇത് കഴിക്കാനുള്ള വയറില്ല, മറ്റേ അവിൽമിൽക്ക് കുടിച്ച് ഫുള്ളാണ്. ഉച്ചക്ക് മാത്രമാണ് നമുക്കൊന്ന് ഡൗൺ ആയുള്ളൂ. അതെ ഡൗൺ ആവാൻ മീൻസ് ക്ലോസ് ആയിരുന്നു, ടെമ്പററി ക്ലോസ് ആയിരുന്നു. നമ്മുടെ ഒരു വേറെ കടകളുണ്ടായിരുന്നു, നമ്മളങ്ങോട്ട് പോവാണ്ടാണ് നെക്സ്റ്റ് ടൈമിൽ അങ്ങോട്ട് പോകുന്നു. അതെ അപ്പൊ ഇതുപോലെ ബർത്ത്ഡേകളൊക്കെ ഉള്ള അവസരങ്ങളൊന്നും ആരും പാഴാക്കണ്ട. അല്ല ചേട്ടാ, നമ്മൾ ഇതുവരെ ഇത് നോക്കിയിട്ടുണ്ടായില്ല, ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പൊ എന്തായാലും സക്സസ് ആയി. അപ്പൊ കേക്ക് വേണ്ടവര്, ഇത് ഫ്രീ അല്ല, കേക്ക് വേണ്ടവര് മീനൂസ് ക്രീമി ക്രിയേഷൻസിന് മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നല്ല അടിപൊളി ഹോം മെയ്ഡ് കേക്കാണ് അല്ല ആമിയ? അതെ, കുട്ടികൾക്ക് ധൈര്യപ്പെട്ട് കഴിക്കാം. അപ്പൊ ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ.